കർണാടകയിൽ പ്രചാരണത്തിനെത്തിയ നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിൽ ദുരൂഹമായി പെട്ടികൾ. ചിത്രദുർഗയിൽ മോദി ഇറങ്ങിയതിന് പിന്നാലെ ഹെലികോപ്റ്ററിൽ നിന്നും പെട്ടികൾ സമീപത്തെ സ്വകാര്യ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത വണ്ടിയിൽ കൊണ്ടുപോയ പെട്ടിക്കുള്ളിൽ എന്തായിരുന്നുവെന്ന ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. കേരളത്തിൽ ഇന്നലെ പ്രചാരണം നടത്തിയ മോദി ഇന്ന് ദക്ഷിണ കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരണത്തിനെത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് വൻ രാഷ്ട്രീയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. ചിത്രദുർഗ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ മോദി പ്രചാരണ സ്ഥലത്തേക്ക് പോയതിനു പിന്നാലെ അദ്ദേഹം വന്ന ഹെലികോപ്റ്ററിൽ നിന്ന് 2-3 പേർ ഒരു വലിയ പെട്ടി താങ്ങി പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ പുറത്തുവിട്ടു. ധൃതി പിടിച്ച് പെട്ടി അടുത്തുണ്ടായിരുന്ന സ്വകാര്യ ഇന്നോവയിലേക്ക് മാറ്റി. വാഹനമുടൻ അവിടെ നിന്നും ഓടിച്ചുപോയി. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഉൾപ്പെടാത്തതാണ് ഈ വണ്ടി. കർണാടകയിലെ ജനതാദൾ സെക്യുലർ ഔദ്യോഗിക ട്വിറ്ററിൽ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്തു. മുഖ്യമന്ത്രിമാരുടെ വാഹനങ്ങൾ പോലും പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് പരിശോധിക്കണമെന്ന് ജനതാദൾ ആവശ്യപ്പെട്ടു. പെട്ടിക്കുള്ളിൽ പണമായിരുന്നോ, ക്രമക്കേട് വരുത്തിയ EVMകളായിരുന്നോ എന്ന ചോദ്യവുമായി കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. മോദിയുടെ സ്വകാര്യ സാധനങ്ങൾ ആയിരുന്നുവെന്നാണ് BJP നേതാക്കളുടെ വാദം. എന്നാൽ സുരക്ഷാ ഉപകരണങ്ങളടക്കം വാഹനങ്ങൾ പോലും നേരത്തെ എത്തിച്ച ശേഷമാണ് പ്രധാനമന്ത്രിയെ ഒരു സ്ഥലത്തെത്തിക്കുക. അല്ലാതെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ സുരക്ഷാ ഉപകരണങ്ങൾ കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിൽ നിന്നിറക്കിയ കറുത്ത പെട്ടി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയെ സംരക്ഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയുടെ ഓരം ചേർന്ന് മതനിരപേക്ഷത സംരക്ഷിക്കാനാവില്ലെന്നും കോൺഗ്രസിനും BJPക്കും ഒരേ സ്വരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടൂരിൽ വീണ ജോർജ് MLAയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമലയില് കാണിക്കിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയവരാരായിരുന്നു? ശബരിമലയിൽ വരുന്ന ഭക്തരെ ശാരീരികമായി തടയാൻ, ആക്രമിക്കാൻ സന്നദ്ധരായവർ ആരായിരുന്നു? സന്നിധാനത്ത് കേന്ദ്രീകരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ ആരായിരുന്നു? എല്ലാം സംഘപരിവാറുകാരായിരുന്നു. അവർക്ക് വേണ്ടത് എന്തായിരുന്നു? ആ ഘട്ടത്തിൽ ശബരിമല ഉത്സവം സമാധാനപരമായി നടക്കാൻ പാടില്ല, ഏതെങ്കിലും തരത്തിൽ അതിനെ അലങ്കോലപ്പെടുത്തണം. എന്നാൽ മറ്റേത് കാലത്തിൽ നിന്നും വ്യത്യസ്തമായി വന്ന തീർത്ഥാടകർക്കെല്ലാം ശരിയായ രീതിയിൽ ദർശനം നടത്താനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും ഈ കഴിഞ്ഞ തവണ സാധിച്ചു എന്നല്ലേ നമ്മുടെ അനുഭവം. മോദിക്ക് സൈനികരോട് കപട സ്നേഹമെന്ന VS അച്യുതാനന്ദൻ. യുദ്ധവിമാനം വാങ്ങുന്നതിലും മോദി കൈയിട്ടുവാരി. മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്ക് പട്ടാളക്കാരോട് വലിയ സ്നേഹമാണ്. പക്ഷേ മോദി അധികാരത്തിൽ വന്ന ശേഷമുള്ള വർഷങ്ങളാണ് ഏറ്റവും കൂടുതൽ സൈനികർ അതിർത്തികളിൽ മരിച്ചു വീണു. യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ പോലും കൈയിട്ടു വാരുകയാണ്. റഫാൽ കരാർ ഒപ്പിട്ടതിന്റെ പ്രത്യുപകാരമായി അനിൽ അംബാനിയുടെ നികുതി കുടിശ്ശികയിൽ ഫ്രാൻസ് ഇളവ് നൽകി. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്രഞ്ച് കമ്പനിക്കാണ് 1125 കോടിയുടെ നികുതി ഇളവ് ലഭിച്ചത്. ലേമോണ്ടെ എന്ന ഫ്രഞ്ച് മാധ്യമം വാർത്ത പുറത്തുവിട്ടു. രാജ്യത്തിന്റെ പൊതുപണം റാഫേൽ വാങ്ങാൻ മോദി ചെലവഴിച്ചത് അനിൽ അംബാനിക്ക് വേണ്ടിയാണെന്ന് തെളിഞ്ഞതായി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. യൂറോപ്പിലും അമേരിക്കയിലും ടെലികമ്മ്യൂണിക്കേഷൻസ് കേബിളുകൾ ഇടാനായി അനിൽ അംബാനി ഫ്രാൻസിൽ സ്ഥാപിച്ച റിലയൻസ് ഫ്ലാഗ് അറ്റ്ലാന്റിക് എന്ന സ്ഥാപനമാണ് വൻ നികുതി വെട്ടിപ്പ് ഫ്രാൻസിൽ നടത്തിയത്. 2007 മുതൽ 2010 വരെയുള്ള കാലയളവിൽ $60 മില്യൺ വെട്ടിപ്പ് ഫ്രാൻസ് സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. അന്ന് 7.6 മില്യൺ അടയ്ക്കാമെന്ന് അനിൽ അറിയിച്ചെങ്കിലും ഫ്രാൻസ് ഇത് നിരസിച്ചു. തുടർന്ന് വീണ്ടും നടത്തിയ പരിശോധനയിൽ 91 മില്യൺ യൂറോയുടെ തട്ടിപ്പ് കൂടി തെളിഞ്ഞു. ഇതോടെ 151 മില്യൺ തുക ഫ്രഞ്ച് സർക്കാരിലേക്ക് അനിൽ അംബാനി അടയ്ക്കേണ്ട സ്ഥിതിയായി. ഇതിനിടയിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റഫാൽ ചർച്ചകൾ പുരോഗമിച്ചത്. 2015 ഏപ്രിൽ പാരീസിലെത്തിയ നരേന്ദ്രമോദി റഫാൽ കരാർ പ്രഖ്യാപിച്ചതോടെ അംബാനിക്ക് നികുതി വെട്ടിപ്പ് കേസിലും ഇളവ് ലഭിച്ചു.
കരാർ സംബന്ധിച്ച് ചർച്ച നടന്ന 2015 ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ അനിലിന്റെ നികുതി ഇളവിലും ഫ്രാൻസ് ധാരണയിലെത്തി. 36 വിമാനങ്ങൾ വാങ്ങാൻ $7.9 ബില്യൺ കരാറിൽ ഇന്ത്യ ഔദ്യോഗികമായി ഒപ്പിട്ടതിനു പിന്നാലെ അനിൽ അംബാനിയുടെ 151 മില്യൺ യൂറോയുടെ നികുതി വെട്ടിപ്പ് കേസ് ഫ്രാൻസ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കരാർ പ്രാബല്യത്തിലായി 6 മാസത്തിനു ശേഷം 143.7 മില്യൺ യൂറോയുടെ ഇളവ് നൽകി. ബാക്കി വരുന്ന 7.3 മില്യൺ അടച്ച് കേസിൽ നിന്നും അനിൽ അംബാനി രക്ഷപ്പെട്ടു. റഫാൽ കരാറിന് പ്രത്യുപകാരമായാണ് അംബാനിക്ക് ഫ്രാൻസ് നികുതി ഇളവ് നൽകിയതെന്ന് വാർത്ത പുറത്തുവിട്ട ഫ്രഞ്ച് പത്രമായ ലേ മോണ്ടെ ചൂണ്ടിക്കാട്ടുന്നു. 2015 വരെ തുക അടയ്ക്കാൻ അനിൽ അംബാനിയിൽ സമ്മർദ്ദം ചെലുത്തിയ ഫ്രാൻസ് റഫാൽ കരാറുകൾ വന്നതോടെ നികുതി ഇളവ് നൽകിയത് മോദിയുടെ സമ്മർദ്ദം മൂലമാണെന്നും സംശയിക്കപ്പെടുന്നുണ്ട്. അംബാനിയെ കരാറിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണെന്ന് നേരത്തെ ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് വെളിപ്പെടുത്തിയിരുന്നു. റഫാലിന്റെ പശ്ചാത്തലത്തിൽ അംബാനിക്ക് നൽകിയ നികുതി ഇളവിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസിലെ അഴിമതി വിരുദ്ധ രംഗത്ത് പ്രവർത്തിക്കുന്ന ഷേർപ്പ എന്ന NGOയും ദേശീയ ഫിനാൻസ് വിഭാഗത്തിന് കത്തു നൽകി. റഫാൽ വിമാനത്തിന് ആവശ്യമായതിലും കൂടുതൽ വില മോദി നൽകിയത് അനിൽ അംബാനിക്ക് വേണ്ടിയാണെന്ന് വ്യക്തമായതായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് BJP. വിശ്വാസം മുഖ്യ പ്രചാരണായുധമാക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. ഇക്കാര്യം വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണെന്നും ഇന്നലെ മോദിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനിടെ ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത BJP റാലിയിലായിരുന്നു ശ്രീധരൻപിള്ളയുടെ വെല്ലുവിളി പ്രസംഗം. മതവും വിശ്വാസവും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ കാറ്റിൽ പറത്തുകയായിരുന്നു ശ്രീധരൻപിള്ള. ശബരിമലയോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാക്കുമെന്ന് ആവർത്തിച്ച് നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തടയാൻ ആരുണ്ട്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലും വിശ്വാസപരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു മുഖ്യ വിഷയം. അതേസമയം BJPയുടെ വർഗീയ പ്രചാരണങ്ങൾ കേരളത്തിൽ വിലപ്പോകില്ലെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. നല്ല നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവിത വിഷയങ്ങളിൽ ഊന്നിയതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും തീവ്ര വർഗീയതയുമായി ബന്ധപ്പെട്ട ശക്തികൾക്ക് കേരളത്തിൽ നിന്ന് ഒരു സ്ഥാനവും നൽകാൻ പാടില്ലെന്നുമുള്ള ഇടതുപക്ഷ സന്ദേശം നല്ല നിലയിൽ കേരളം സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ BJPക്ക് വലിയ പ്രയാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ഇത്തവണ BJPക്ക് കിട്ടില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പിന്നോക്കം പോയ സാഹചര്യത്തിലാണ് തീവ്ര വർഗീയ കാർഡിറക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനും BJP ശ്രമിക്കുകയാണ്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നത് ചട്ടലംഘനമെന്നും ടിക്കാറാം മീണ പ്രതികരിച്ചു. ഇതിൽ മാതൃക പെരുമാറ്റച്ചട്ടത്തിൽ പറഞ്ഞത് ദൈവത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും സമുദായത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വോട്ട് ചോദിക്കാൻ പാടില്ല. കൂടാതെ ഈ 4 അടിസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ വോട്ട് പിടിക്കാൻ അപ്പീൽ ചെയ്യാൻ പാടില്ല. കൂടാതെ സെക്ഷൻ 123 ഓഫ് ദി റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് കറപ്റ്റ് പ്രാക്ടീസായിട്ട് കണക്കാക്കും. കറപ്റ്റ് പ്രാക്ടീസേഴ്സ് ആണ് ഈ കാര്യങ്ങൾ ഈ പരിധിയിൽ വരുന്നത്. ഇപ്പോൾ ഏത് രീതിയിൽ അവർ ഇത് പറയുകയാണ് അത് ഞങ്ങൾ നോക്കാം. നോക്കിയിട്ട് ആരെങ്കിലും ലംഘനം ചെയ്താൽ നിയമലംഘനം ചെയ്താൽ ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും നടപടി വരും. ഈ സമിതി ആരാണ്, ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൽ മതത്തിൻ്റെ എന്തെങ്കിലും ദുരുപയോഗം അവർ ചെയ്യുന്നുണ്ടോ, വായിച്ച പ്രൊവിഷൻസ് അനുസരിച്ച് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ വിവിധ വകുപ്പുകളും കൂടാതെ ഇന്ത്യൻ പാനൽ കോഡിൻ്റെ വിവിധ വകുപ്പുകൾ വെച്ച് അത് വായിച്ചിട്ട് ഏത് വകുപ്പ് അനുസരിച്ച് ഇത് ഒഫൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നടപടി വരും. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്നില്ലെന്ന ശശി തരൂരിന്റെ പരാതിയെ തുടർന്ന് AICC തിരുവനന്തപുരത്ത് നിരീക്ഷകനെ നിയോഗിച്ചു. നാനാ പട്ടോളെ പാർട്ടി നിരീക്ഷകനായി തിരുവനന്തപുരത്തെത്തും. BJP MP ആയിരുന്ന നാനാ പട്ടോളെ കഴിഞ്ഞ ജനുവരിയിലാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇയാളാണ് പാർട്ടി നിരീക്ഷകനായി വരുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF പ്രചാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷകനെ നിയോഗിച്ചു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള നാനാ പട്ടോളെയാണ് നിരീക്ഷകനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചത്. അദ്ദേഹം ഉടൻ തന്നെ തിരുവനന്തപുരത്തെത്തും. മണ്ഡലത്തിൽ പ്രചാരണത്തിൽ പാർട്ടിയിൽ നിന്നും സഹകരണമില്ലെന്നും പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും ചൂണ്ടിക്കാട്ടി ശശി തരൂർ നൽകിയ പരാതിയിലാണ് നടപടി. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പട്ടോളയെ നിരീക്ഷകനായി നിയമിച്ചത്.
മുൻ BJP MP കൂടിയാണ് നാനാ ഫൽഗുൻ റാവു പട്ടോളെ. മഹാരാഷ്ട്രയിലെ ബന്ദാര ഗോണ്ടിയ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള BJP MP ആയിരുന്നു അദ്ദേഹം. BJP നേതാവ് നിതിൻ ഗഡ്കരിയുടെ അടുത്ത അനുയായിയായിരുന്ന നാനാ പട്ടോളെ 2018 ജനുവരിയിലാണ് BJPയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിൽ ചേർന്നത്. ഇത്തവണ നാഗ്പൂർ മണ്ഡലത്തിൽ നിതിൻ ഗഡ്കരിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാനാ പട്ടോളെ മത്സരിക്കുന്നുണ്ട്. പ്രവർത്തനം താഴെത്തട്ടിൽ ഊർജ്ജസ്വലമായി നടക്കുന്നില്ലെന്നും വാഹന പര്യടനത്തിന് പോലും നേതാക്കളുടെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നില്ലെന്നും തരൂർ പരാതിയിൽ പറഞ്ഞിരുന്നു. ഈ തരത്തിൽ മുന്നോട്ടു പോയാൽ തെരഞ്ഞെടുപ്പ് ഫലം ആശങ്കയുണ്ടാക്കിയേക്കുമെന്നും ശശി തരൂർ സൂചിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കമാൻഡ് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക നിരീക്ഷകനെ നിയോഗിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 20 മണ്ഡലങ്ങളിലെയും UDF പ്രചരണത്തിൽ പൂർണ്ണ തൃപ്തനല്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും ശശി തരൂർ പരാതി ഒന്നും തന്നിട്ടില്ല എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായും മുല്ലപ്പള്ളി പ്രതികരിച്ചു. 4 ദിവസം മുമ്പേ ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ ശശി തരൂരിനെ ഞാൻ വിളിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞിട്ടല്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. നിങ്ങളുടെ ഇത്തരം വാർത്തകൾ കണ്ടുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിപ്പിച്ചത്. അത്തരം ഒരു പരാതി ഒരു ഘട്ടത്തിലും അദ്ദേഹം ഉന്നയിച്ചില്ല എന്നതാണ് സത്യം. ഇന്ന് ഞാൻ ഇവിടെ ഈ പരിപാടി കഴിഞ്ഞ് ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് പോവാണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് ഇപ്പൊ ആദ്യമായിട്ട് പോകുന്നത്. 1 or 2 പരിപാടികൾ കഴിഞ്ഞ ശേഷം ആറ്റിങ്ങിലേക്ക് ഞാൻ പോകും. അദ്ദേഹത്തെ ഞാൻ വീണ്ടും കാണും. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പരാതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പാകെയോ എന്റെ മുമ്പാകെയോ അദ്ദേഹം ഉയർത്തിയിട്ടില്ല എന്നതാണ് പരമാർത്ഥം. അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് വർദ്ധിത ഭൂരിപക്ഷത്തോടുത്ത ലോക്സഭയിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. നിങ്ങൾ കാത്തിരിക്കാൻ നമുക്ക് കാണാം. വയനാട്ടിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര കേന്ദ്രമായ മഹാറാണി സിൽക്സ് കൽപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ആദ്യ IAS ജേതാവ് ശ്രീധന്യയുടെ കുടുംബത്തെ ചടങ്ങിൽ ആദരിച്ചു. മലബാറിലെ ഏറ്റവും വലിയ സെലക്ഷൻ എന്ന പ്രത്യേകതയുമായാണ് മഹാറാണി സിൽക്സ് കൽപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വെഡ്ഡിംഗ് കളക്ഷനുകൾക്ക് വിപുലമായ സൗകര്യവും ഓരോ വിഭാഗത്തിനും പ്രത്യേക ഫ്ലോറുകളും മഹാറാണിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്.